ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ഈശോയ്ക്ക് നല്ലൊരു ഉമ്മ കൊടുത്തുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വചനം ഫിലിപ്പിയൻ 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു വഴി നിനക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അപ്പോൾ ഈ പിതാവായ ദൈവം, നമ്മുടെ സ്വർഗീയ പിതാവ് സമ്പന്നനാണ്. മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നാണ് വചനം പറയുന്നത്. അപ്പോൾ മഹത്വത്തിൻ്റെ സമ്പന്നത, അവിടുത്തെ ഏറ്റവും വലിയ സമ്പത്തായിരുന്നു തൻ്റെ പുത്രൻ. ആ പുത്രനെ ലോകത്തിലേക്ക് നമുക്ക് വേണ്ടി പിതാവായ ദൈവം അയച്ചു. അപ്പോൾ ആ പുത്രനിലൂടെ നമ്മൾ എന്ത് ചോദിച്ചാലും എല്ലാം തരുമെന്നാണ് ഈ വചനം പറയുന്നത്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു വഴി. അപ്പോൾ യേശുക്രിസ്തു വഴി നമ്മൾ ചോദിക്കുന്ന ഏതൊരു കാര്യവും തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നനായ നമ്മുടെ പിതാവ് നമുക്ക് തരുവാനായിട്ട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഈശോയോട് നമുക്ക് ചോദിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ നടക്കണം, നമ്മുടെ ഓരോ ആവശ്യങ്ങളും മുന്നോട്ട് നീങ്ങണം. അപ്പോൾ ആ ഓരോ ആവശ്യങ്ങളും നടക്കുമ്പോൾ നമുക്ക് ഈ വചനം ചൊല്ലി നമ്മുടെ ഇന്നത്തെ ആവശ്യം എന്തുവാണോ, ഇന്ന് നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നുണ്ടായിരിക്കാം, പല തീരുമാനങ്ങൾ നമ്മൾക്ക് എടുക്കേണ്ടതുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കടം വാങ്ങിയവർ ചിലപ്പോൾ നമുക്ക് കടം തരാനുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാനുണ്ടായിരിക്കാം. ഇതെല്ലാം നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ അസ്വസ്ഥതപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു തിരുവചനം പറഞ്ഞുകൊണ്ട്, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു വഴി നിനക്ക് ആവശ്യമുള്ള എല്ലാം നൽകും. ഈ വചനം പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്ക് നല്ല ഒരു മുത്തം കൊടുത്തുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പ്രൈസ് ഗോഡ്.